കഴിഞ്ഞ 30 വർഷമായി നോർത്ത് കൊറിയയെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. നോർത്ത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലാണ് റുഗ്യോങ് എന്ന ഈ പേരുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഹോട്ടൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഹോട്ടൽ ഇതായിരിക്കുമെന്നാണ് അന്ന് നോർത്ത് കൊറിയ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്രയും വർഷങ്ങളായി ഒരു ഈച്ച പോലും ഈ ഹോട്ടലിൽ ഇന്നേ വരെ താമസിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ ഹോട്ടലിനുള്ളിൽ ഒരു വലിയ മിസൈൽ ഉണ്ടെന്നും വീണ്ടും വേൾഡ് വാർ നടന്നാൽ ഇതിന് മുകൾ വശം തുറന്ന് മിസൈൽ ലോഞ്ച് ചെയ്യുമെന്നൊക്കെ പല റൂമറുകളും ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. എന്തായാലും ഈ ഹോട്ടലിനെ പറ്റി കൂടുതൽ അറിയാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പ്യോങ്യാങ്ങിലേക്ക് കിലോമീറ്ററുകൾ അകലെ നിന്ന് വരുമ്പോഴേ പിരമിഡ് ഷേപ്പിലുള്ള റുഗ്യാങ് ഹോട്ടൽ കാണാൻ കഴിയും. മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3D ഷേപ്പുള്ള ഒരു ത്രികോണമായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ 3 വശങ്ങൾ 75 ഡിഗ്രി ഉള്ളിലേക്ക് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 330 മീറ്ററോളം ഉയരവും 105 നിലകളും 3000 മുറികളുമാണ് ഈ ഹോട്ടലിനുള്ളത്. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അറിയാൻ നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോവാം. റുഗ്യോങ് ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ നടക്കുന്നത് 1986-ലാണ്. അന്ന് നോർത്ത് കൊറിയ ഭരിച്ചിരുന്നത് ഇപ്പോഴത്തെ ലീഡറായ കിം ജോൺ ഉന്നിന്റെ മുത്തച്ഛനായിരുന്നു. അതായത് 1948 മുതൽ 1994 വരെ മുത്തച്ഛനായ കിം ഇൽ സങ്ങും അദ്ദേഹത്തിന്റെ കാലശേഷം അച്ഛനായ കിം ജോൺ ഇൽ 2011 വരെ നോർത്ത് കൊറിയയെ നയിച്ചു. 2011 ശേഷമാണ് നമ്മളെല്ലാം അറിയപ്പെടുന്ന കിം ജോൺ ഉൻ സ്ഥാനമേറ്റത്. സോ കഴിഞ്ഞ 3 ജനറേഷനുകളായി കിം ഫാമിലിയാണ് നോർത്ത് കൊറിയ അടക്കി വാഴുന്നത്. സൗത്ത് കൊറിയയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഇടയിൽ പല പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അന്ന് സിംഗപ്പൂരിലുള്ള വെസ്റ്റിൻ സ്റ്റാംഫോർഡ് ഹോട്ടലായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ. ഏകദേശം 226 മീറ്ററോളം പൊക്കം ഉണ്ടായിരുന്ന ഈ ഹോട്ടലിന് 73 നിലകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നോർത്ത് കൊറിയ ഗവൺമെന്റിന് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. സിംഗപ്പൂരിൽ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഹോട്ടൽ പണിയുന്നതിന് നോർത്ത് കൊറിയയ്ക്ക് എന്താ പ്രശ്നം എന്നായിരിക്കും ആലോചിക്കുന്നത്. ശരിക്കും സിംഗപ്പൂരുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ ഹോട്ടൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തത് സൗത്ത് കൊറിയൻ കമ്പനിയായ സാങ്യോങ് ഗ്രൂപ്പ് ആയിരുന്നു. അതാണ് നോർത്ത് കൊറിയ നല്ലപോലെ ചൊടിപ്പിച്ചത്. മാത്രമല്ല 1988 സൗത്ത് കൊറിയ സമ്മർ ഒളിമ്പിക്സ് നടത്താനുള്ള പ്ലാനിലായിരുന്നു. ഇതെല്ലാം നോർത്ത് കൊറിയൻ ഗവൺമെന്റിന് ഒരു വലിയ നാണക്കേടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളും ഒളിമ്പിക് നടത്തുമെന്ന് പറഞ്ഞ് 1989 വേൾഡ് ഫെസ്റ്റിവൽ ഓഫ് യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് എന്ന ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ നോർത്ത് കൊറിയയും പ്ലാൻ ചെയ്തു. ഇതിനുവേണ്ടി എത്തുന്ന 22,000 പാർട്ടിസിപ്പൻസിനെ ഒക്കുപ്പൈ ചെയ്യാൻ സ്റ്റേഡിയം പണിയാൻ തുടങ്ങി. കൂടാതെ പ്യോങ്യാങ് എയർപോർട്ട് എക്സ്റ്റെൻഡും ചെയ്തു. എന്നാൽ ഇതിലൊന്നും നോർത്ത് കൊറിയ തൃപ്തിപ്പെട്ടില്ല. പിന്നെ ഒട്ടും താമസിച്ചില്ല, ലോകത്തിലെ പൊക്കം കൂടിയ ഹോട്ടൽ നോർത്ത് കൊറിയയിൽ തന്നെ പണിയാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പല രാജ്യങ്ങളിലെ കമ്പനികൾ ക്ഷണിച്ചു. പക്ഷേ നോർത്ത് കൊറിയൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും അവരുടെ ത്രെറ്റനിങ് ഭയന്നും ഒരു കമ്പനി പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈജിപ്ഷ്യൻ കമ്പനിയായ ഒറാസ്കോം ഗ്രൂപ്പ് കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. ഇതിന്റെ കാരണം നോർത്ത് കൊറിയയിൽ 3G നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒറാസ്കോം ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഇതിനുവേണ്ടി ഏകദേശം $400 മില്യൺ കോൺട്രാക്ട് മുൻപ് സൈൻ ചെയ്തിരുന്നു. പക്ഷേ ഹോട്ടൽ പണിയുന്നതിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ബിൽഡിങ്ങിന്റെ ഷേപ്പ്. കാരണം നോർത്ത് കൊറിയ ആയതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആവശ്യത്തിന് സ്റ്റീൽ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയും ഉയരമുള്ള ഒരു ബിൽഡിംഗ് പണിയാൻ സ്റ്റീൽ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ അവസാനം റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് 1987 കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി. കോൺക്രീറ്റ് കൊണ്ട് പണിയുന്നത് കൊണ്ട് തന്നെ പിരമിഡ് അല്ലാതെ മറ്റൊരു ഷേപ്പിൽ ഈ ബിൽഡിംഗ് പണിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ഹോട്ടലിന്റെ 3 വശങ്ങൾ 75 ഡിഗ്രി ഉള്ളിലേക്ക് ചരിച്ചു പണിതിരിക്കുന്നത്. അങ്ങനെ 1989 വേൾഡ് ഫെസ്റ്റിവൽ ഓഫ് യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് എന്ന ഇവന്റ് നടന്നു. ശരിക്കും ഇത് ഒളിമ്പിക്സിന്റെ ഒരു സോഷ്യലിസ്റ്റ് വെർഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഈ ഇവന്റ് കഴിഞ്ഞിട്ടും റുഗ്യാങ് ഹോട്ടലിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കൺസ്ട്രക്ഷൻ വർക്ക് വീണ്ടും മന്ദഗതിയിൽ മുന്നോട്ട് നീങ്ങി. ഹോട്ടലിന്റെ ഓപ്പണിംഗ് ഡേറ്റ് വീണ്ടും 1992 മാറ്റി. പക്ഷേ 1991 സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നോർത്ത് കൊറിയയെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കാരണം നോർത്ത് കൊറിയയ്ക്ക് ആവശ്യമായ വെപ്പൺസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അങ്ങനെ പല കാര്യങ്ങളും എത്തിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടുകൂടെ റുഗ്യോങ് ഹോട്ടലിന്റെ കൺസ്ട്രക്ഷനും നിർത്തിവെച്ചു. ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ തുരുമ്പെടുത്തിരിക്കുന്ന ഒരു ക്രെയിൻ ഉൾപ്പെടെ അവർ ഉപേക്ഷിച്ചു. അങ്ങനെ നീണ്ട 16 വർഷം ജനലുകളും ഗ്ലാസുകളും ഇല്ലാത്ത കോൺക്രീറ്റ് ബിൽഡിംഗ് പ്യോങ്യാങ് സിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റി. ഇത് പല രാജ്യങ്ങളിലെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു. നോർത്ത് കൊറിയയ്ക്ക് വീണ്ടും തേച്ചാലും മായ്ച്ചാലും പോകാത്ത നാണക്കേടായി ഇത് മാറി. ജപ്പാനീസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം $750 മില്യൺ ഈ ഹോട്ടൽ പണിയുവാൻ ചിലവാക്കി എന്നാണ്. ഇത് രാജ്യത്തിന്റെ GDPയുടെ ഏകദേശം 2% ആയിരുന്നു. അങ്ങനെ അവസാനം 2008 വീണ്ടും ഹോട്ടലിന്റെ പണി തുടങ്ങി. 2012 ഹോട്ടൽ ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുക്കുക എന്ന പ്ലാനായിരുന്നു. കാരണം നോർത്ത് കൊറിയയുടെ എക്കാലത്തെയും ഗ്രേറ്റ് ലീഡർ, വേൾഡ് ബെസ്റ്റ് മ്യൂസീഷ്യൻ, വേൾഡ് ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ എന്നൊക്കെ നോർത്ത് കൊറിയൻ ഗവൺമെന്റ് സ്വയം വിശേഷിപ്പിക്കുന്ന കിം ഇൽ സങ്ങിന്റെ 100ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു 2012. പക്ഷേ ജോലികൾ മന്ദഗതിയിൽ തന്നെയാണ് പോയത്. ഇവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഈ ബിൽഡിങ്ങിനെ ഹോട്ടൽ ഓഫ് ഡൂം എന്ന് വിശേഷിപ്പിച്ചു.
ഏത് വിധേനയും ഈ നാണംകേട് മറക്കണം എന്ന് കരുതി എക്സ്റ്റീരിയർ വർക്ക് തുടങ്ങി. അങ്ങനെ 2011 പ്യോങ്യാങ് സിറ്റിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കോൺക്രീറ്റ് സ്ട്രക്ചർ ഗ്ലാസുകൾ കൊണ്ട് മറച്ചു. എന്നാൽ 2012 ആയിട്ടും ഇന്റീരിയർ വർക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല. വെറും തൂണുകളും മുറികളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2011 കിം ജോങ് ഉൻ അധികാരമേറ്റതിനു ശേഷം പല കമ്പനികൾക്കും പുതിയ പ്രൊപ്പോസൽസ് മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇന്റർനാഷണൽ ലക്ഷറി ഹോട്ടൽ ഓപ്പറേറ്റർ ഗ്രൂപ്പായ കെമ്പിൻസ്കി 2013 റുഗ്യാങ് ഹോട്ടൽ ഭാഗികമായി തുറക്കുമെന്ന് വെളിപ്പെടുത്തി. പക്ഷേ വീണ്ടും ട്വിസ്റ്റ്. ഒരു സുപ്രഭാതത്തിൽ കെമ്പിൻസ്കി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറി. എന്നാൽ കിം ജോങ് ഉൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളുമായി വാർ ഉണ്ടായേക്കാം എന്ന് ഭയന്നാണ് ഇവർ പോയതെന്ന് പല രാജ്യങ്ങളിലെ മീഡിയസ് റിപ്പോർട്ട് ചെയ്തു. വീണ്ടും 2014 നോർത്ത് കൊറിയയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. പ്യോങ്യാങ്ങിൽ 93 ഫാമിലി താമസിച്ചിരുന്ന 23 നിലകളുള്ള ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. ഈ സംഭവം നടന്നതോടുകൂടി പുതിയ ലക്ഷറി ഹോട്ടൽ ഓപ്പറേറ്റേഴ്സ് ആരും തന്നെ റുഗ്യാങ് ഹോട്ടൽ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായില്ല. ഈ ഹോട്ടലിന്റെ സേഫ്റ്റിയെ പറ്റി പലരും വിമർശിച്ചു. വീണ്ടും പല കമ്പനികളെ സമീപിച്ചെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവസാനം ഒറാസ്കോം ഗ്രൂപ്പ് തന്നെ 2018 ബിൽഡിങ്ങിന് ഒരു വശം മുഴുവന് LED പാനലുകൾ വെച്ച് പിടിപ്പിച്ചു. പിന്നീട് ഇതിൽ നോർത്ത് കൊറിയൻ ഗവൺമെന്റിനെ പുകഴ്ത്തിയുള്ള അനിമേഷനുകളും സ്ലോഗനുകളും പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇന്റീരിയർ വർക്ക് ചെയ്യാത്ത റുഗ്യാങ് ഹോട്ടൽ ഇപ്പോഴും പബ്ലിക്കിന് വേണ്ടി തുറന്നു നൽകിയിട്ടില്ല. എന്തായാലും നോർത്ത് കൊറിയ ആഗ്രഹിച്ച പോലെ തന്നെ 1ാം സ്ഥാനം തന്നെയാണ് റുഗ്യാങ് ഹോട്ടലിനുള്ളത്. എങ്ങനെയാണെന്നറിയാമോ? ലോകത്തിൽ ആരും താമസിക്കാത്ത ഉയരം കൂടിയ ഹോട്ടൽ റുഗ്യാങ് ഹോട്ടലാണെന്നുള്ള പദവി. ഇതാണ് റുഗ്യാങ് ഹോട്ടലിനെ ചുറ്റിപ്പറ്റി നടന്ന കഥ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.